കോഴിക്കോട് 1500 കിലോമീറ്റർ താണ്ടി ഗുജറാത്തിലെ സൂറത്തിലോട്ടാണ് ഇന്നത്തെ യാത്ര തിരിക്കുന്നതിന്റെ ഒരു മാസം മുന്നേ മഞ്ചേരി കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡിന്റെ മുകളിലുള്ള IRTCന്റെ ഓഫീസിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് യാത്രക്കാരുടെ ഡീറ്റെയിൽസ് ഈ വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കണം. ടിക്കറ്റ് കിട്ടാത്ത അവസരത്തിൽ താൽക്കാൽ വഴി ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. IRTCന്റെ ഓഫീസിൽ ഗൂഗിൾ പേ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ATM ക്യാഷ് എടുത്തിട്ടാണ് ടിക്കറ്റ് പർച്ചേസ് ചെയ്തത്. എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗുജറാത്തിലെ സൂറത്ത് എത്തുന്ന വരെ 5 സ്റ്റോപ്പാണ് ഈ ട്രെയിനുള്ളത്. അഥവാ 1500 കിലോമീറ്റർ 24 മണിക്കൂർ കൊണ്ട് ഓടിയെത്താം. B9 AC 3 ടയർ കോച്ചിലെ 57-58 സീറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് 4 ദിവസത്തെ യാത്ര ആയതുകൊണ്ട് ആവശ്യത്തിന് ലഗേജും കൂടുതലുണ്ടായിരുന്നു. ഞാൻ എന്താ ഗൾഫിൽ പോകുന്ന എന്റെ അമ്മന്റെ വിചാരം. പുലർച്ചെ 2:40 നമ്മൾ ട്രെയിൻ പോണ വൈക്കിൽ വണ്ടി കുറച്ച് ചാർജ് ആക്കിയേക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് യാത്ര തുടങ്ങുന്നത്. റെയിൽവേ സ്റ്റേഷൻ എത്താരത്ത് ട്രാക്കിൽ പണിയെടുക്കുന്നുണ്ട്. പാർക്കിങ്ങിലൊക്കെ ക്യാമറ ഉണ്ടായിട്ട് വിശ്വസിച്ച് വണ്ടി വെക്കാൻ പറ്റും. ദിവസം കൂടാനുസരിച്ച് സ്ലിപ്പിൽ ചാർജും കൂടും. പുലർച്ചെ 2:10 തന്നെ നമ്മൾ സ്റ്റേഷനിലെത്തി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പുതുക്കി പണിയോണ്ടിരിക്കുക. എയർപോർട്ടിലെ സിസ്റ്റർമാർ വരാനുള്ള ട്രെയിനുകളിലൊക്കെ ചാർട്ട് ചെയ്ത് ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുകൊണ്ട് കഴിക്കാനുള്ള പ്ലേറ്റ് മാത്രം 10 രൂപ എടുത്ത് സ്റ്റേഷനിൽ മേടിച്ചു. അൺടൈം ആയതുകൊണ്ട് സ്റ്റേഷനൊക്കെ നിശ്ചലായി കിടക്കുന്നു. ഓൺ ടൈമിനാണ് നമ്മളെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡുറാൻഡിന് തൊട്ട് മുമ്പ് വരുന്ന ട്രിവാൻഡ്രം സെൻട്രൽ ടു നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് ട്രാക്കിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അൺടൈമിലാണെങ്കിലും യാത്രയ്ക്കാൻ കമ്പനിക്കാരനെത്തി. കോഴിക്കോട് സ്റ്റേഷനിലെ കോച്ച് പൊസിഷൻ 6 നമ്മൾ നിൽക്കുന്നത്. 10 രൂപ കൊടുത്ത് കോഫി മേടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പരിചയപ്പെട്ട ഏട്ടന് കൊടുത്തപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തി. ഇനിയുള്ള 24 മണിക്കൂർ യാത്ര ചെയ്യേണ്ട ഈ ട്രെയിനിലാണ്. കോച്ച് തപ്പി പിടിച്ച് നമ്മുടെ കോച്ചായിട്ടുള്ള B9 കയറുമ്പോഴും AC കോച്ചിലൂടെ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഡുറാൻഡ എക്സ്പ്രസിൽ അൺറിസർവ്ഡ് കോച്ച് ഇല്ല എന്നുള്ള വാസ്തവം. ആളുകൾ വെള്ളം പോച്ച് കിടക്കുന്ന കണ്ട മോർച്ചറി വിചാരിച്ചു. 3 മിനിറ്റ് ആണ് കോഴിക്കോട് ഹോൾഡ് ഉള്ളത്. AC കോച്ചിൽ ഫസ്റ്റ് ടൈം കയറുന്ന എക്സൈറ്റ്മെന്റ് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ കാണുന്ന ടിക്കറ്റ് വെച്ചിരിക്കുന്നത് ഈ കാണുന്ന TTR കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇരിക്കുന്ന ഈ പൊസിഷനിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ തന്നെ മംഗലാപുരത്ത് എത്തണം. നല്ല വൃത്തിയുള്ള വാഷ്വേസ്. ഇത് സൂറത്തിലെത്തുമ്പോൾ ഇതിന്റെ അവസ്ഥ എന്താവോ ആവോ. നോമ്പ് ഒന്നും ഒഴിവാക്കത്തോടെ അത്താഴം കഴിക്കുന്ന ട്രെയിൻ തന്നെ. ഇതിനെ കൂടുതലുള്ള കഷ്ണം ആവോലും കഴിച്ച് കയറുന്നതാ. ഉറങ്ങി എനിക്കുമ്പോൾ 11 മണി കഴിഞ്ഞായിരുന്നു. അപ്പോഴേക്കും ഓൺ ടൈമിൽ ട്രെയിൻ ഓടി മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തായിരുന്നു. സൂര്യൻ വന്ന് മുട്ടുകുത്തിയിട്ട് ഇവരൊന്നും നീക്കാനായിട്ടില്ല. തണുപ്പത്ത് പൊതിച്ചു കിടക്കാൻ വേറെ മൂടാണല്ലോ. ഗുഡ് മോർണിംഗ് മഡ്ഗോൺ ജംഗ്ഷൻ. 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ആയാലേ. ട്രാക്കിൽ പണിയെടുക്കുന്നതുകൊണ്ട് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പായിട്ട് പിടിച്ചിട്ടിരിക്കുക. AC കോച്ചിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ആണ്. ഇനി ഇതിനകത്ത് ബാത്റൂമിന്റെ അവസ്ഥ നോക്കിയേക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയിലൊരു ബാത്റൂം തന്നെ. പുതിയ കോച്ചിനകത്ത് വെസ്റ്റേൺ ടോയ്ലറ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഇന്ത്യൻ ടോയ്ലറ്റ് തന്നെ. ഇതിനകത്ത് കാണുന്ന ഈ സാധനം എന്തെന്നിലേക്ക് അറിഞ്ഞൂടാ. അറിയുന്നവർ കമന്റ് ഇട്ടു. ഫ്രഷ് ഒക്കെ വർക്ക് ചെയ്യുന്നവർ കുറച്ച് വൃത്തിമെടുപ്പുണ്ട്. അവിടെ എത്ര വരെ വൃത്തി ഉണ്ടായാൽ മതിയോ. അകത്ത് നല്ല തണുപ്പായിട്ട് കുറച്ച് പുറത്തുനിന്ന് ഇരുന്നതാ. ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റിന് കൂടുതൽ എക്സ്ട്രാ ആഡ് ചെയ്യാം. കൂടുതലുള്ള അങ്ങനെ കയറുന്നിറങ്ങിയ ഒരു മൂഡില്ല. നമ്മൾ കയറി കോച്ചിൽ പൊതുവെ ആളുകൾ കുറവാണ്. ടിക്കറ്റ് റേറ്റ് കൂടുതലായിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്. നോർത്തിൽ പോകുന്ന ട്രെയിനുകളുടെ ഈ ഒരു ഭാഗം ഏകദേശം എല്ലാതും ഇതുപോലെ തന്നെ. കർണാടക, ഗോവ, മഹാരാഷ്ട്ര വഴി മനുഷ്യനിർമ്മിതമാക്കപ്പെട്ട ചരിത്രങ്ങളിൽ ഇടം പിടിച്ച കൊങ്കറയിലോ വഴിയാണ് നമ്മുടെ യാത്ര. ഇതൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം കുറവായിരിക്കും. പോകുന്ന വഴിയിൽ മെയിൻ്റനൻസിന് കയറ്റിയ കോച്ചുകളും കാണാം. സേഫ്റ്റി ഫസ്റ്റ് എന്നാണല്ലോ പറയാ. മഡ്ഗോൺ സ്റ്റേഷന്റെ അടുത്തുള്ള സർവീസ് സെന്റർ ആണിത്. ട്രെയിനിന്റെ എല്ലാ കോച്ചുകളും ഇങ്ങനെ സർവീസ് ചെയ്യുന്നത് എല്ലായിടത്തും കാണാൻ പറ്റുന്ന കാഴ്ചയല്ല. ആദ്യമായിട്ട് കാണുന്നോണ്ടാവും വല്ലാത്തൊരു കൗതുകമായിരുന്നു. ഈ കാണുന്നതാണ് ഡീസൽ ജനറേറ്റർ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ലോങ്ങിൽ ട്രെയിനിൽ യാത്ര ചെയ്ത് എങ്ങോട്ടാ കമന്റിട്ടുള്ളൂ. ഗോവയിലൊക്കെ പോകുന്നവർ ഈ മഡ്ഗോൺ ജംഗ്ഷനിൽ ഒന്ന് അറിയാൻ മതി. ഇവിടെ എത്തിയപ്പോക്കും TTRന്റെ ബൈക്ക് ഇറങ്ങിപ്പോയി. അടുത്ത കോച്ച് കയറാനായിരിക്കാം. സംഗതി എന്തായാലും ഇവിടുന്ന് കുറച്ച് കൂടുതൽ ആൾക്കാർ കയറാണ്ട്. ഈ കാണുന്നതല്ല ഇന്ത്യയിൽ പവർഫുൾ ആയിട്ട് ഓടുന്ന ലോക്കോമോട്ടീവ്. എറണാകുളത്ത് പോകുന്നതിന് ശേഷം മഡ്ഗോണിൽ എത്തിയതിന് ശേഷമാണ് വാട്ടർ ഒക്കെ ഫില്ല് ചെയ്യുന്നത്. ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ പാസിംഗ് കണ്ടത് ഗുഡ്സ് ട്രെയിനിലായിരിക്കും. ഇത്തരം പേരത്ത് ഈ വ്യക്തിനാണ് വിലുള്ളത്. മഡ്ഗോണോട് യാത്ര പറഞ്ഞ് നമ്മുടെ വണ്ടി മുമ്പോട്ട് കുതിച്ചു. കേരളത്തിനോട് വിട പറഞ്ഞു പോകുന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞെങ്കിൽ ഇവിടുത്തെ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ണം വെക്കുന്നതിന് സമുദ്രതീരത്തിനോട് ചേർന്നുകൊണ്ടാണ് ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോച്ചിൽ ആൾ കുറവാണ്ട് എവിടെ വേണമെങ്കിൽ ഇരുന്നിട്ടും കിടന്നിട്ടും യാത്ര ചെയ്യും. ഇതിനകത്ത് പൊതിക്കാനൊരു പൊതുപ്പും ടർക്കി ഉണ്ടായിരുന്നു. കൂടുതൽ തലയാണ്. ലൈഫിൽ ആദ്യമായിട്ട് എങ്ങനത്തെ കോച്ച് കാണുന്നത് എന്താണെന്ന് അറിയുന്ന കമന്റ്. പാസിംഗിന് വേണ്ടി ആളും പാടില്ലാത്ത സ്റ്റേഷനിൽ പിടിച്ചിട്ടാ. സ്റ്റാഫ് ഒക്കെ പുറത്തിറങ്ങി നിൽക്കുന്ന കണ്ടപ്പോൾ പേസ്റ്റ് എടുത്ത് പല്ലാക്കാന്ന് വിചാരിച്ചു. മംഗലാപുരം കഴിഞ്ഞ് നോർത്തിലോട്ട് പോകുമ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളും സിംഗിൾ ഡ്രൈവ് ആയതുകൊണ്ട് പാസിംഗിന് വേണ്ടി വണ്ടി പലയിടത്തും പിടിച്ചിടേണ്ടി വരും. പാസിംഗ് കഴിഞ്ഞപ്പോൾ എന്റെ പല്ലേക്കലും കഴിഞ്ഞു. ഇപ്പൊ ട്രെയിൻ പോയോണ്ടിരിക്കുന്ന തുരങ്കത്തിനുള്ളിൽ കൂടെ. ഈ റൂട്ടിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 91 തുരങ്കം കടക്കണം. ഈ റൂട്ടിലെ എഞ്ചിനീയറിംഗിന് തലൊരു കേരളത്തിലെ പൊന്നാനിക്കാരനാണ്. പേര് പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾ അറിയും. ഈ ശ്രീധരൻ. ആ കാണുന്ന മലന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുന്നത്. ഈ റൂട്ടിലെ യാത്ര പ്രദേശവാസികളുടെ ജീവിതശൈലി മനസ്സിലാക്കാൻ ഏറെക്കുറെ സഹായിക്കും. ഡുറാൻഡ സ്റ്റോപ്പ് കുറഞ്ഞ ട്രെയിൻ ആണെങ്കിലും പാസിംഗിന് വേണ്ടി 100ാമത്തോട്ടായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക. സംഭവം എന്തായാലും ട്രെയിൻ ഇറങ്ങി 5 മിനിറ്റ് പുറത്തിരിക്കാൻ അതുകൊണ്ട് പറ്റും. ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് 2 വരി 3 വരെയൊക്കെ ട്രാക്ക് ഉള്ളൂ. അതുകൊണ്ടാണ് പിടിച്ചിട്ട് ഓരോ സ്റ്റേഷൻ ഉപയോഗിക്കുന്നത്. ഓടുന്ന ട്രെയിൻ ഡിലേ വരാൻ ഇത് കാരണമുണ്ട്. പനവേല് ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ കണ്ടെയ്നർ ടൈപ്പ് ട്രെയിനാണ് അധികം കാണാൻ പറ്റും. ചായ വട സമൂസക്ക് പകരം വടയപ്പ ട്രെയിനിൽ വെക്കുന്നത്. ഇവിടുത്തെ സ്റ്റേഷനിൽ ഫ്രൂട്ട്സും കിട്ടും. നാട്ടിൽ 1 കിലോ വാങ്ങുന്ന പൈസക്ക് ഇവിടെ 1/2 കിലോനെ കിട്ടുള്ളൂ വാസ്തവം. കുറച്ച് ഫ്രൂട്ട്സ് നമ്മൾ മേടിച്ചു. ഗൂഗിൾ പേ ഉണ്ടായിട്ട് കഴിച്ചിലായതാ. അല്ലെങ്കിൽ ഇവിടെ പെട്ടെന്ന് നോമ്പർക്കുള്ള ഭക്ഷണം കിട്ടി സന്തോഷത്തിലെ ഞങ്ങൾ. ആവശ്യക്കാർക്ക് കുക്കുംബറൊക്കെ തോല് ചെത്തി കൊടുക്കുന്നുണ്ട്. നമ്മളെ മുന്തിരിയും തോല് ചെത്താൻ മതി. ഇതിനകത്ത് സാൻഡ്വിച്ച് ഒക്കെ കിട്ടും. 5 മിനിറ്റ് ഹോൾഡിന് ശേഷം രത്നാഗിരിന്ന് വീണ്ടും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു കുന്ന് കയറി കൊണ്ടാ പോകുന്നത്. ഈ കാഴ്ചകൾ യാത്രക്ക് വീണ്ടും മൊഞ്ചു കൂട്ടി. സൂര്യനൊക്കെ ഏകദേശം വീട്ടിൽ പോകാനായിട്ടുണ്ട്. പല ഭാഗത്തായിട്ട് മണ്ണിടിച്ചിൽ മൂക്കൊലിപ്പുണ്ട്. കുറച്ച് സമയം കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ പനവേലിലെത്തും. കോലാട് ചെമ്മിരാട് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് വന്ദേ ഭാരതിന് പാസ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാ. ഇത് ഓടുന്ന ഓടുക്ക് പോകുന്ന ട്രെയിനാണോ. രാത്രി പിന്നെ ഫുഡ് നമ്മൾ ട്രെയിൻ തന്നെ ഓർഡർ ചെയ്തു. ഒരു 100-150 ഗ്രാം ചോറും കുറച്ച് ചിക്കൻ കറിയും കുറച്ച് സാമ്പാർ അച്ചാറ് തൈര് ചപ്പാത്തി അങ്ങനെ ഒരു കോംബോ. വലിയ ഹൈപ്പ് പറയാനില്ലെങ്കിൽ തിരക്കില്ലാത്ത ഫുഡ് ആയിരുന്നു. ഈ യാത്രയിൽ ടാങ്കർ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പൊ അതുമായി പനവേലി കഴിഞ്ഞാൽ മുംബൈ ഭാഗത്തോട്ട് സർവീസ് എടുത്തുന്ന മെമു ട്രെയിനുകളും കാണാം. അങ്ങനെ 24 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം സൂറത്തിലോട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തു. കുറയ്ക്കാൻ വേണ്ടി ചിലർ ലൈസ് വാങ്ങിയപ്പോക്കും നമ്മൾ ട്രെയിൻ അതാ പോകുന്നത്. അങ്ങനെ നിസാമുദ്ദീൻ ഡുറൻഡ എക്സ്പ്രസിനോട് വിട പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോക്കും 4 ഭാഗത്തുനിന്ന് ഓട്ടോക്കാർ നമ്മളെ സമീപിക്കും. ബാക്കി കാഴ്ച നാളെ.